താനൊന്ന് പോയി. എടി എന്റെ ഫോൺ തന്നെ. ദേഷ്യം വന്ന് ഞാൻ മേടിച്ചോളാം നിന്റെ എന്റെ ഫോൺ. കേറാം. താനിത് എങ്ങോട്ടാ പോണേ? നീ വാ. എന്താ ചെയ്യാൻ പോണേ? എടോ അവര് ഫോൺ തരില്ല. അതേതോ മാലവർ വെച്ചാണല്ലോ. എടോ അവിടെ കല്ലെടുത്തു വെച്ചുപിടി വേഗം. ഇത്രേ ഉള്ളൂ സ്പീഡ്. ഇവന്മാരൊക്കെ ഒന്നാം തരം ബൈക്കൊക്കെ ആയിട്ടാ. അച്ഛനാണ്. അച്ഛനാണ് വീട്ടിൽ എന്തിനാ നമ്മളോട് ചെന്ന അച്ഛനാണ് പിടിച്ച നല്ല ഇടി കിട്ടും. മൂക്കിലിട്ട് കിട്ടും ഇടി. പോണ പോക്ക് നിൽക്കണോ? എന്തെങ്കിലും ഐഡിയ മനസ്സിലുണ്ടോ? പെട്രോൾ അടിക്കാൻ കയറിയല്ല. പെട്രോൾ അടിക്കാൻ ഇടവഴിയൊക്കെ അവൻ കയറി ഓടുക. എടാ കുഴപ്പമില്ല സാർ, ഞാൻ എടുത്തോളാം. വീണതാണ് സ്റ്റാൻഡിൽ നിന്ന്. വേണ്ട പിടിച്ചാ വണ്ടി കയറി. ഫോൺ കൂട്ടാൻ വേണ്ടിയാണ് സാർ. തമാശക്കാണ് സാർ. തമാശക്ക് ഫോൺ മോഷണം. സീരിയസ് ആണെങ്കിൽ ബാങ്ക് മോഷ്ടിക്കല്ല. ഇല്ല സാർ, എന്താണ് ഫോൺ മോഷണം? കൂട്ടാരത്തിനാണ് സാർ. എന്താണ് എന്റെ പേര്? എന്താ കഞ്ചാവ്? വിളിച്ച നിക്കാൻ പാടില്ല സാർ. കാണിച്ചു തരടാ. എന്തെടുക്കാൻ പോയാണ്? തോക്കാണ്. അതെ രഘു, സാർ വിളിക്കണ. ചോര ഒരു ഐഡിയ. എന്താണ്? എന്തെങ്കിലും കേൾക്കുന്നതിന് മുന്നിട്ട് ചാടുകയും ചെയ്യരുത്. കാര്യം പറ. തനിക്ക് ഇർഫാൻ സാറിന്റെ ഫോൺ വേണോ? അത് ഇവരെ കൊണ്ടെടുപ്പിച്ചാലോ? അത് നീ നാളെ നമുക്ക് അറിയില്ലോ. അറിയണ്ടല്ലോ, അതല്ലേ നമുക്ക് വേണ്ടത്. നോക്ക് അവന്റെ മുഖത്ത് എന്തൊരു ഐശ്വര്യം ഒന്ന്. എന്താടാ? എന്താണോ എന്റെ പേര്? എന്തോന്ന്? ഫക്രുദ്ദീൻ. എന്ത് നല്ല പേര്. നീ ഫോൺ മോട്ടിക്കടാ. ഇല്ലേ? വേണ്ട, ചുമ്മാ അവൻ ചെയ്യും. ഇന്നെങ്ങാനും വരുമോ? ഒറ്റക്ക് നിന്നോട്ടോ. ആശാനിന്റെ വണ്ടി ഇറങ്ങിക്കൂടെ കടന്ന് ഒരുമാതിരി കൂടെ നിന്നിട്ട് മുങ്ങിക്കളയുന്ന പരിപാടിയാണ് ഞാൻ കരുതിട്ടാ. പരിപാടി അച്ഛനായതുകൊണ്ടല്ലേ? പറഞ്ഞുകൂടായിരുന്ന കൂട്ടാനകത്ത് പറഞ്ഞുകൂടായിരുന്നു അച്ഛന്റെ അടുത്ത്. ഞാൻ നിന്റെ കൂടെ അവിടെ നിന്നിരുന്നെങ്കിൽ അപ്പഴ എന്റെ നോട്ടം ലൂര് എടുത്തേന്. ഫോൺ തട്ടിപ്പറിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു. ഇപ്പൊ അതായി കാര്യം. എനിക്ക് കിട്ടിയപ്പോ എനിക്ക് മാത്രം കിട്ടി. ഞാനിപ്പം ബൈക്ക് മോഷണമായി, മാലവറയിനായി, കള്ളനായി. നിന്റെ അച്ഛൻ വേറെ ജോലി കൂടി തന്നെ എനിക്ക് അറിയോ? ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇവൻ പറഞ്ഞില്ല കാര്യമൊന്നും. പോയി ബിരിയാണി മേടിക്കണ എന്തോക്കിക്കണ പിന്നെ ബൈക്ക് ഇത് ഇവരുടെ അച്ഛൻ ചോദിക്കും. ഇവന്റെ അച്ഛനെ എടുത്തു പോയത്. ചേട്ടൻ എനിക്ക് വീട്ടിൽ പോണം. ഒന്ന് പോർക്കാന്ന് നിന്റെ നോക്ക്. ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? ഈ സിയുടെ ഫോൺ അടിച്ചു മാറ്റാന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. അതെ, നല്ല ഇടി ഇനിയും കിട്ടും. ഉറപ്പായിട്ടും. അതിന് നീ എന്തിനാ കരയണ? കരയണല്ല, കണ്ണിന്ന് വെള്ളം തന്നെ. അതിൽ ചോദിച്ചു എന്തിനാ കരയണേന്ന്. എനിക്ക് മനസ്സിലാവത്തെ. ഇത് അവർക്കെന്നെ ചോദിച്ചാ പോരെ? അത് തന്നെ എനിക്ക് അപ്പൊ തോന്നിയത് തന്നെ. ഇവരൊക്കെ ഒരുമിച്ചാ വർക്കിനെ, ഇവരൊക്കെ അങ്ങോട്ട് ചോദിച്ചാ പോരെ. പിന്നെ നിന്റെ അച്ഛനോട് പറയണില്ലട്ടാ. ഇയാൾക്ക് മിണ്ടാനും പറ്റില്ല, മിണ്ടാതിരിക്കാനും പറ്റില്ല. അടിയോട് അടിയാണ്. എന്താണ് ഇങ്ങനെയുണ്ട് ജീവികള്? നമുക്കിതിലൊരു കാര്യം ആലോചിച്ച് തീരുമാനിക്കണോട്ടാ. ഫക്ർ ഭായ്, ഇതൊന്ന് ആലോചിക്കണം. അതേടാ, നമുക്ക് ആലോചിക്കണം. എനിക്ക് 2 ദിവസത്തെ ചെറിയ ഡ്രോയിങ് ബാക്കിയുണ്ട്. ഞാൻ പോയിട്ട് വരാം. നീ വരുന്ന? ഞാൻ ലഡു. സന്തോഷമുണ്ട്. എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. കിളി, എനിക്ക് കുറച്ച് സാധനങ്ങൾ ഊരാനുണ്ട്. ആണല്ലേ? ഉരിക്കോ, എല്ലാരും ഉരിക്കോ. എനിക്ക് ഊരാൻ പറ്റില്ലല്ലോ, കാരണം ഞാനല്ലേ പെട്ടിരിക്കണം.